വെച്ചെടുത്തു. എൻ്റെ പേര് അനേരാജ്. എൻ്റെ കഥാപുസ്തകത്തിൻ്റെ പേരാണ് അമ്പിളിക്ക് പനിയ. അവൾക്ക് നല്ല പനിയും മൂക്കൊലിക്കലും തലവേദന വിറയ്ക്കലും ഒക്കെ മുന്നേറുന്നു. ആണ് നക്ഷത്രങ്ങൾ വന്നിട്ട് തോന്നി അമ്പിളിക്ക് പനിയ. അങ്ങനെ എല്ലാവരോടും പറഞ്ഞപ്പോൾ മഴ വന്നിട്ട് എൻ്റെ പേരാണ് ഫാത്തിമ നെഹ്റ. ഇന്ന് വായിക്കാൻ പോകുന്നത് ലൈബ്രറിയാണ്. എൻ്റെ പേരാണ് ഫാത്തിമ നെഹ്റ. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ലൈബ്രറി. ലൈബ്രറിൻ്റെ പേരാണ് പുലി വരുന്നേ പുലി. ഒരു ദിവസം ഒരു നാട്ടിൽ ഒരു ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലന്റെ തോണി ആരും മാടുകളെ മേയ്ക്കലായിരുന്നു അവന്റെ തോണി. രാവിലെ എണീച്ചിട്ട് അവൻ ആ ജോലിയൊക്കെ ചെയ്യും. ഒരു ബുക്കിന്റെ പേരാണ് നല്ലൊരു നായ. കണ്ട വാലാട്ടും വിരുന്നക്കാരെ കണ്ടാൽ പൊരിക്കും. ആനപ്പുറത്തിരിക്കുന്നത് പേടിക്കണ്ട. എൻ്റെ പേര് ശിസാശരി. എൻ്റെ നമ്മയെ കിട്ടിയ എൻ്റെ ബുക്ക് എഴുതാൻ എൻ്റെ അമ്പിളിമാമയെ കിട്ടിയാണ്. അമ്പിളിമാമ കെട്ടി വീഴും. അയാൾ പറഞ്ഞ് കെട്ടി വീണ് കല്ല് കുടിച്ച ചാവിപ്പോവും. പഴയ എടുത്തിട്ട് ആക്കണം. അയാൾക്ക് സങ്കടമായി. അമ്പിളിമാമ വീണിട്ട് സങ്കടമായി. അയാൾ വീട്ടിൽ ഓടി പോകും. എനിക്കൊരു കഥാപുസ്തകം കിട്ടി. കഥന്റെ പേര് കിങ്ങിണി പൂച്ച. ഒരു ദിവസം കിങ്ങിണി പൂച്ച കുട്ടി പറഞ്ഞു, അമ്മ എനിക്ക് കണ്ണ് എഴുതണം. അപ്പോൾ അമ്മ പൂച്ച കിങ്ങിണി പൂച്ച കുട്ടിക്ക് കണ്ണ് എഴുതി കൊടുത്തു. കിങ്ങിണി പൂച്ച കണ്ണാടി നോക്കിയപ്പോൾ നല്ല ചന്തം. ഹലോ കൂട്ടുകാരെ, ഞാൻ കൃഷ്ണ. എനിക്ക് ഒരു കഥ ബുക്ക് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ പേര് ലാലുവും ചുവന്ന പട്ടവും. ഒരു ദിവസം ലാലുവും അവൻ്റെ കൂട്ടുകാരായ രാധയും കൂടി നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരു മരച്ചോട്ടിലെത്തിയപ്പോൾ ഒരു ചുവന്ന പട്ടം കണ്ടു. അവൻ അവൻ്റെ കൂട്ടുകാരെ പുറത്തു കയറി അത് എടുക്കാൻ. ആദിദേവ്. എനിക്ക് ലൈബ്രറി ബുക്ക് കിട്ടിയത് ഒരു ദിവസം കാത്തിരുന്നു. ഒരു ദിവസം പോയി കടുവ അമ്മ ഭക്ഷണം കഴിച്ച് നേരത്തെ മുട്ട ഉറങ്ങുകയായിരുന്നു. അത്